അതിനാരാ വർത്താനം പറയുന്നത്? അതിനൊരു കൂട്ടി വേണ്ടേ? ശരിയത്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ലഹവുമില്ല, വളവുമില്ല, ഒന്നുമില്ല. അതിന് സംസാരിക്കാനാണ് ആര് വേണ്ടേ? ഉണ്ടാകുന്ന ശരിയാകുമോ? അപ്പൊ ഇത് തന്നെ ലോകത്താകെ ഏക സിനിപ്പോ അങ്ങനെ മാറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറിയാൽ മാറണ്ടേ? ഏതാ അടക്കല്ലേ? ഇപ്പൊ അയലറിയാൻ എല്ലാം കിട്ടും. സംഭവം ഒന്നും അറിയില്ല. അയാളിപ്പോ ആർക്കും പറയും ഞങ്ങൾ കുറച്ച് അറബി അടിച്ച് കിട്ടാൻ പോയി എന്നൊക്കെ അറിയാറ്. ഇതിപ്പോ അതല്ലത്. ഇതിനെന്ന് അറിയാൻ കിട്ടാൻ പോയി പഠിച്ചാലല്ലോ. ഇതിന് കിട്ടാൻ അവിടെ പോയി അവിടെ കൊണ്ട് ഓരോ പ്രാശീലിങ്ങളെ നോക്കിയാലും ഇമാമിങ്ങളെ തന്നെ നോക്കിയാൽ എത്ര കിതാബ് എഴുതിയ ഇമാമ അവിടെ ഉണ്ട്. ഇമാമിങ്ങളെ തന്നെ പോലെ സിംഹമാരെ നോക്കിയാൽ തന്നെ അറിയുമാരുണ്ടാവും. കിതാബ് ഓതി പഠിച്ചിട്ടാ മാമിങ്ങൾ ഉണ്ടാവും. ഓരോ സിംഹമാരെ പറയും. ഓരോരുത്തർ സിംഹനെടുത്ത് വെക്കുക. അല്ല നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മടവൂർ ഒരു മുൻകാരി തന്നെയായിരുന്നു. വടകരമാരാജ് ഒരു മുൻകാരായിരുന്നു. ആലുപോക്കർ മുൻകാർ ഒരു മുൻകാരായിരുന്നു. ഇതൊക്കെ മുൻകാന്മാരെന്നാ. എന്താ എനിക്കെന്താ ഇങ്ങോട്ട് പോകാത്ത? ചോദ്യത്തിന്റെ ഗൗരവം ആ വൈക്കെന്താ നിങ്ങള് പോകാത്തത്? ഒരു പൂച്ചക്കുട്ടിയുടെ വില പോലും ആ ഹദറത്തിൽ ഏത് സുൽത്താൻ പോയിരുന്നാലും ഇല്ല. ഒരു കച്ചവടത്തിന് പോയതാണ് അത്രേ. എന്ത് കച്ചവടമാണോ താങ്കൾ നടത്തിയത് അവിടെ? അടങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് ഇനി ഒന്നും കൂടി തരാം. സമയമില്ലാഞ്ഞിട്ട് അത് എത്ര ഉണ്ട് എന്നാ. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഷറ ചെയ്യാൻ സമ്മതം കിട്ടാൻ വേണ്ടി വരുന്നോളി. നല്ല നല്ല കലാമുകൾ പണ്ട് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ സംസാരിച്ച പോലെ, ഔത്തുല്ലാദം തങ്ങൾ സംസാരിച്ച പോലെ, കാലഘട്ടത്തിന്റെ സാഹിബുൽ വഖ്ത് സംസാരിക്കുന്നത് എത്ര ആനന്ദമുള്ളതാ. അത് വില കൊണ്ട് കിട്ടിയൊരു നേട്ടമാണ്. അയക്ക് രഹസ്യമായിട്ട് ഒരു ചായ വാങ്ങിക്കൊടുത്തേക്ക്. ഇനി പറയുന്നത് എന്താ അറിയോ? രണ്ടാളോടും പറയാം, ചെറിയേപ്പി ഏപ്പിയും ഇത് രണ്ടും അണങ്ങളെ പോലെ എപ്പോഴും ഒപ്പം ഉണ്ടാവും. എന്നിട്ട് പറയാ, നിങ്ങൾ രണ്ടെണ്ണം പോയാൽ ഈ സംഘടനയിൽ വേറെ ഏതാ ഉള്ളത്? ഭയങ്കര ചോദ്യമാണ് ചോദിക്കണത്. നിങ്ങൾ രണ്ടെണ്ണം പോയാൽ ദുന്യാവ് തന്നെ പോയാൽ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ഒറ്റ കുട്ടിയില്ല. ഒരൊറ്റ കുട്ടിയില്ല. ഒരു കുട്ടിയുണ്ട് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. കംപ്ലീറ്റ് നാശാവും. ഈ സംഭവം തന്നെ നശിക്കും. കൃത്യമായ പ്രവചനങ്ങൾ നിങ്ങൾ നോക്കുന്നിട്ട് പറയാ, അതിന് നിങ്ങളാണ് ശരിയാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നേരാണ് പോവാണെന്ത്? എ പി ചെറിയ പി എന്നതുപോലല്ല, പൊന്മളയും പേരോടും. അവിടെ പിന്നെ മറകളൊന്നുമില്ല, ഡയറക്റ്റ് അല്ലേ. പൊന്മള പേരോട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? പൊന്മള എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്, ഓന്റെ മുള ഞാൻ നുള്ളും. അപ്പൊ ചെറിയ പിസ്ത ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് എന്താണ്. ഇവർക്ക് ഇത് പറഞ്ഞ് കിട്ടുമാണല്ലോ. ഇവര് രണ്ടാളെ ഇരുത്തിയിട്ട് അപ്പുറത്തെ സെക്രട്ടറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത്ര ധൈര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരെ മുഷാവറയിലെ അടുത്ത സെക്രട്ടറിയിലെ പൊന്മള, പിന്നൊരു സെക്രട്ടറിയിലെ പേരോട്. രണ്ടാളി ഇരുത്തിയിട്ടാ പറയുന്നത് ഇവന്മാര് ശരിയല്ല, പൊന്മള ഓന്റെ മുള ഞാൻ മുള്ളും, കാണിച്ചു തരാം. നുള്ളിയിലെ മുഷാവറയിൽ വരെ ഇരുന്നിട്ട് ചെവി കേൾക്കുന്നുണ്ടോ? എന്താ നുള്ളാൻ ബാക്കി വരുന്നേ ഉള്ളൂ. എന്നിട്ട് പറയാ, ഒരു ശരവുമല്ല. അവരൊന്നും പറയും തോന്നിവാസാണ്, സംഘടന എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ താറുമാറാക്കി എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണെന്ത്? ഇത് നമ്മൾ സംസാരിക്കാതിരിക്കൂല,
ആരോടും ഈ വർത്താനം പറയും. എ.പി. അബൂബക്കർ ഒറ്റയ്ക്കിരുന്ന് സാദിനോട് അല്പം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എല്ലായിടത്തും കാര്യം പറയുന്നു. അവിടെ എത്തിയാണ് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ഓരോടാ പറയുന്നത്, കാര്യം ഞാൻ പറയാനുള്ള ആരോടും പറയും. എന്നിട്ട് പറയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഐസൻ ലോഡ്ജിൽ നിങ്ങൾ വന്ന സമയം, അന്ന് നിങ്ങൾ രണ്ടാളും ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയപ്പയും വലിയപ്പന്നെ അന്നുള്ളത്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മര്യാദക്കല്ലെങ്കിൽ മർക്കസിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെ പറയാൻ ഞാൻ ആളെ ഇറക്കും. ഒക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ചെറിയ പിസ്ത ഇങ്ങനെ തലാട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആളിറങ്ങിയല്ലോ. എന്നിട്ട് പറയാ, മൊയ്ലിയന്മാരെ ഞമ്മക്കുണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ആ ജാതി കളിയൊന്നും വേണ്ട. മടവൂർ ഇവിടെ കൊണ്ടുവന്നൊരു ദൗത്യമുണ്ട്, ആ ദൗത്യം നിറവേറ്റാൻ വല്ലതുണ്ടെങ്കിൽ ചെയ്തു നോക്കി. അപ്പൊ APLA പറയുന്നുണ്ട്, ആ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മുമ്പര് പറയാ, ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല, ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ പറയുക, APLA പറയാ, നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കുറച്ച് അപ്പുറത്ത് പോയി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ അതാ കേൾക്കുക, നിങ്ങൾക്ക് ആരണന്റെ ബുദ്ധിയാണ്. ആരോടാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറുമ്പിനാ, അപ്പൊ പൂച്ചക്കുട്ടിനെ വിട, ഒരു ഉറുമ്പിന്റെ വില പോലുമില്ല. വളരെ കൃത്യമല്ലേ പറയും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തലാട്ടി ഒക്കെ ചെയ്യാന്നറിയും. കുറച്ച് അപ്പുറത്ത് പോയിട്ട് പേരോടും പൊന്മളയ്ക്ക് വന്ന് ഇപ്പുറത്ത് പറഞ്ഞു തന്നാ നിങ്ങൾ പിന്നെ അയിമക്ക് തിരിയും. ആരണന്റെ ബുദ്ധി നിങ്ങൾക്ക് ഉള്ളൂ എന്ന് അന്ന് തന്നെ പറഞ്ഞില്ലേ. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണ്, അവരെ ആക്ഷേപിക്കല്ലേ. അങ്ങനല്ലേ മശായിഖന്മാരെ വഴി. ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട്, അലിയുൽ ഖവാസ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കൽ എന്റെ കേടുകൾ ഓരോന്നായി പറഞ്ഞു തരലാണ്, എന്നിട്ടുള്ള നിർദ്ദേശം തരലാണ്. അതാണ് ആ ഹദറത്തിൽ നിന്ന് വളരെ ഭംഗിയായി ആ ചോദ്യമൊക്കെ എന്താ, ശരീഅത്തുകാരാണെന്ന് പറയുന്നവരുടെ ശറ എവിടെ? അവർക്ക് ശറയിൽ വറവുണ്ടോ? ഞാൻ ചോദിച്ചതല്ലത്, വറവുണ്ടോ ചോദിക്കാൻ അധികാരമുള്ള കാലഘട്ടത്തിന്റെ സുൽത്താന്റെ ചോദ്യമാണത്. നിങ്ങളെന്നാ മനസ്സിലാക്കി? ഞങ്ങൾക്ക് പണത്തിന്റെ ബലമില്ല, ഞങ്ങൾക്ക് ആൾബലമില്ല, പക്ഷേ ഞങ്ങളുടെ ബലം ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ മശായിഖന്മാരുടെ ബലമാണ്. ആ ബലത്തെ നശീകരിക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ന്യൂനത വരുത്താനോ ഒരു 40 അല്ല 40,000 മുശാവറ കൂടിയാലും സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ ആയത്ത് ഖദമുസ്ദിഖാണ് വന്നപ്പോ റിജാലുൻ, ആൺകുട്ടികളുണ്ടോ അവിടെ? ആൺകുട്ടികളാണിത് സംസാരിക്കേണ്ടത്. ദീന് പറയണമെങ്കിൽ ഞങ്ങൾ അനുമതി വേണം. ഇത് കാന്തപുരത്തെ ഇരുത്തി പറഞ്ഞ ഹദറത്ത് ഒന്നുണ്ടെങ്കിൽ അവരല്ലേ ചക്രവർത്തി, അവരല്ലേ രാജാവ്. ആ രാജാവിനോട് കച്ചവടം നടത്താൻ പറ്റിയ ചരക്ക് ഏതാള് ഇവിടെ? കച്ചവടമാണത്ര. ഒന്നുകൂടി കേട്ടോളൂ. നിങ്ങൾ രണ്ടാളും പോയാൽ പിന്നെന്താക്കും? എന്നിട്ട് കൊണ്ടാലാരാ? അതിനാളുണ്ടോ? ഒറ്റ കുട്ടിയില്ല. ഒറ്റ കുട്ടി ഉണ്ടെന്ന് നിങ്ങളെ വിചാരിക്കേണ്ട, കംപ്ലീറ്റ് നാശമാവും. അത് നിങ്ങളാണത് ശരിയാക്കി വെക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട പോയതിലാക്കി എത്തിയില്ലേ ഒറ്റ നാശം. നിങ്ങളെ പോലെ അല്ല. ഒരു ASP WMP എന്ന് പറയണത് എന്താ? പൊന്മളയോ പേരോടോ? പൊന്മള ഓന്റെ മോളയാൻ നിന്നു കാണിച്ചിരുന്നു. ഓന്റെ മോളയാൻ നിന്നു. നിങ്ങളെന്ന് പറഞ്ഞ മറ്റായിരമായിട്ടുണ്ടോ വൃത്തിയൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ ഒരിക്കലും മറ്റൊരാവില്ല. ഒരു ചെറവ് അല്ല പറയുന്നത്, വേറെ ഒന്നും അല്ല പറയുന്നത്. തോന്നിയാസം പതിക്കായിരിക്കും.
സംഘടന എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ താറുമാറാക്കുക ചെയ്യുന്നു. നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കൂല. ദേവന്റെ മുമ്പിൽ വർത്താനം പറയും. ഞങ്ങൾ